ഡി സതീശന്റെ ഭാഗത്ത് നിന്ന് വനവാസ പ്രഖ്യാപനം വീണ്ടും ഉണ്ടാവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വിജയമുണ്ടായില്ലെങ്കിൽ അന്ന് അവസാന പത്രസമ്മേളനം നടത്തി വനവാസത്തിന് പോകുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അദ്ദേഹം ഇതിനു മുൻപും തെരഞ്ഞെടുപ്പുകളിൽ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വി ഡി സതീശന്റെ സ്ട്രൈക്ക് റൈറ്റ് എന്ന് പറയുന്നത് നിലവിലൊരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ നില തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ കളിക്കുന്ന കളിയല്ല. തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംഘടനാ സംവിധാനം ഏറ്റവും അടിത്തട്ടിൽ അങ്ങനെ തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അത് ചലിപ്പിക്കാൻ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണിത്. വി ഡി സതീശന്റെ ആത്മവിശ്വാസം വാനോളം. സുപ്രീം കോൺഫിഡൻസ്. അടുത്ത തെരഞ്ഞെടുപ്പ് തോറ്റാൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തായാലും ജയിക്കും, ഉറപ്പായാലും ജയിക്കും എന്നുള്ളതാണ്. ആ കോൺഫിഡൻസിലേക്ക് UDF-നെ ഉയർത്താൻ ഈ വിജയം കാരണമായിട്ടുണ്ട്. കാരണം UDF-ന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 941-ൽ 497 പഞ്ചായത്തുകളും UDF ജയിക്കുന്നു. 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 78 എണ്ണവും UDF ജയിക്കുന്നു. കോർപ്പറേഷനുകളിൽ 6-ൽ 4 എണ്ണവും UDF ജയിക്കുന്നു. 87 മുനിസിപ്പാലിറ്റികളിൽ 54-ഉം UDF ജയിക്കുന്നു. ഇത് അനിതര സാധാരണമായ ഒരു വിജയമാണ്. ഫിനോമിനൽ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിൽ അവരുടെ ആ സ്ട്രൈക്ക് റേറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ വി ഡി സതീശൻ തന്നെയാണ്. സ്വാഭാവികമായും ആത്മവിശ്വാസം ഉണ്ടാകും. സുപ്രീം കോൺഫിഡൻസിലാണ് പ്രതിപക്ഷ നേതാവ്.